എന്റെ ബന്ധു ആദ്യം FL77 വാങ്ങി റോസ് ചെടികൾക്ക് ഉപയോഗിച്ചു. അത് നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ അത് വാങ്ങി ഉപയോഗിച്ചു. എന്റെ തോട്ടത്തിൽ ഞാൻ പടവലം നട്ടുപിടിപ്പിച്ചു. വേരുചീയലിന് ഞാൻ അഭിമാൻ ഉപയോഗിച്ചു. പിന്നെ പൂവ് വിരിയുന്നതും പൂക്കൊഴിച്ചിലും തടയാൻ FL77 സ്പ്രേ രീതി ഉപയോഗിച്ചു തളിച്ചു. മഴ കാരണം ഈർപ്പം വർദ്ധിച്ചതിനാൽ ഞാൻ വീണ്ടും അഭിമാൻ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. എന്റെ പേര് വിശ്വനാഥൻ. ഞാൻ ധർമ്മപുരി ജില്ലക്കാരനാണ്. ഞാൻ മുമ്പ് വൈദ്യുതി ബോർഡിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിരമിച്ചു. വിരമിച്ച ശേഷം ഞാൻ പൂർണ്ണമായും കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു. നേരത്തെ എന്റെ തോട്ടത്തിലെ 30 സെന്റ് സ്ഥലത്ത് 4000 തക്കാളി തൈകൾ ഞാൻ നട്ടുപിടിപ്പിച്ചിരുന്നു. ആദ്യം എന്റെ ബന്ധു റോസ് ചെടികൾക്ക് FL77 ഉപയോഗിക്കണമെന്ന് എന്നോട് പറഞ്ഞു. നല്ല ഫലം ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാനും FL77 ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്കും നല്ല വിളവ് ലഭിച്ചു. 4000 തക്കാളി ചെടികളിൽ നിന്ന് ആകെ 6 ടൺ തക്കാളി വിളവ് ലഭിച്ചു. ഒരു തക്കാളിക്ക് 100 മുതൽ 110 ഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു. നിലവിൽ ഞാൻ 40 സെന്റ് സ്ഥലത്ത് പടവലം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ 90 ദിവസമായി. തുടക്കത്തിൽ വേരുചീയൽ പ്രശ്നമുണ്ടായിരുന്നതിനാൽ ഞാൻ അഭിമാൻ ഉപയോഗിച്ചു. തൽഫലമായി വേരുചീയൽ നിയന്ത്രണത്തിലായി. കൊടി വളർച്ചയും നല്ലതാണ്. പിന്നെ FL77 സ്പ്രേ രീതി ഉപയോഗിച്ച് ഞാൻ അത് തളിച്ചു. ഇത് പൂക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും പൂവ് കൊഴിച്ചിൽ തടയാനും സഹായിച്ചു. ഇപ്പോൾ പൂവ് കൊഴിച്ചിൽ നിയന്ത്രണത്തിലാണ്. മഴ കാരണം ഈർപ്പം വർദ്ധിച്ചതിനാൽ ഞാൻ വീണ്ടും അഭിമാൻ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്നു. നല്ല നിലവാരമുള്ള വിളവ് നേടാൻ എന്നെ സഹായിച്ചതിന് APKS ഓർഗാനിക്കിന് എന്റെ ആത്മാർത്ഥമായ നന്ദി.